പാലത്തിന് സമീപത്ത് നിന്നും സാനിയോ മനോമി കൂടെ നമുക്കൊപ്പം ചേരുന്നു. സാനിയോ, വെരി ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഈ 11ാം ദിനം ഇവിടെ നിൽക്കുമ്പോൾ പല ആളുകളും, പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ളവരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ വളരെ ഭാഗമായി കഴിഞ്ഞ വീട് നിന്നിരുന്ന പ്രദേശത്തേക്ക് ആദ്യമായിട്ടൊക്കെ കടന്നു വരലായിരിക്കും. അതൊക്കെ വൈകാരികമായൊരു വല്ലാത്ത മുഹൂർത്തം സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ് തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോഴും പ്രതീക്ഷകളൊക്കെ ഈ ക്യാമ്പിലുള്ളവർക്കും ഒക്കെ ഉണ്ടോ, ഇന്നിപ്പോൾ തെരച്ചിലായി വരുന്ന മനുഷ്യരിൽ? അരുൺ, അത്തരം പ്രതീക്ഷകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആളുകൾ വരുന്നത് 8 മണിയോടെ മാത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിൽ നമുക്ക് കിട്ടിയ ഒരു വിവരം. പക്ഷേ അത് തന്നെ മുഴുവൻ ആളുകളൊന്നും വരാൻ സാധ്യതയില്ല എന്നൊരു വിവരം കൂടി കിട്ടിയിട്ടുണ്ട്. കാരണം ആളുകൾ ആ ഒരു മാനസികാവസ്ഥയിലല്ല എന്നൊക്കെയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിൽ നിന്നുള്ള ആളുകൾ പറയുന്നത്. ഈ തെരച്ചിൽ 12 മണി വരെ നീണ്ടേക്കാം എന്നും റവന്യൂ വകുപ്പ് അധികൃതർ പറയുന്നുണ്ട്. ആളുകൾ കൂടുതൽ വരികയാണെങ്കിൽ മാത്രം. ഇപ്പോൾ ഈ പുഴയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ വന്നപ്പോൾ ഒരു കൗതുകത്തിന് പറയുന്നതാണ്. അതായത് പുഴ ഇന്ന് വളരെ തെളിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആർത്തലച്ച് ചുവന്ന നിറത്തിൽ ഒഴുകിക്കൊണ്ടിരുന്ന പുഴയാണ് ഇന്നിപ്പോൾ തെളിഞ്ഞൊഴുകുന്നത്. അത് നേരത്തെ അരുണടക്കം സൂചിപ്പിച്ചതുപോലെ പുഴ അതിൻ്റെ പുനരധിവാസത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. ഏതായാലും ആളുകൾ അവസാനത്തെ ഒരു പ്രതീക്ഷ എന്നോണമാണ് ഇന്ന് ഇവിടെ എത്തുന്നത് എന്നത് തീർച്ചയാണ്. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് എത്രമാത്രം ഒരു യാഥാർത്ഥ്യം ഉണ്ടാകും അതിലെന്നുള്ളത് വലിയ സംശയം ഉളവാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഇപ്പോൾ ഏതു തരത്തിലുള്ള തെരച്ചിലിനുള്ള നിർദ്ദേശങ്ങളൊക്കെ കിട്ടി അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സന്നദ്ധ പ്രവർത്തകരോ അതുപോലെ മറ്റ് ബന്ധുക്കളോ ഒന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. കാരണം 8 മണിയോടുകൂടി അവരെത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും തെരച്ചിലിന് വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന വൈകാരികമായ പ്രയാസങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. കാരണം ഏറ്റവും പ്രിയപ്പെട്ട, നേരത്തെ അല്ലമീൻ സൂചിപ്പിച്ചതുപോലെ സുദേവേട്ടൻ, നാസർക്ക് അടക്കമുള്ള ആളുകളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും അടുത്ത ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന ആളുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രയാസം നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്തതാണ്. ഇനിയിപ്പോൾ ഈ മൺകൂനയ്ക്കടിയിൽ നിന്നോ അല്ലെങ്കിൽ തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽ നിന്നോ ഒന്നും തന്നെ ജീവനോടെ ഒരു സാന്നിധ്യം കിട്ടില്ല എന്നവർക്ക് ഉറപ്പാണ്. പക്ഷേ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരഭാഗങ്ങളെങ്കിലും വീണ്ടെടുക്കാനായേക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവർക്ക് മുൻപിൽ സ്വാഭാവികമായും ഉണ്ടാവും. എന്നാൽ എത്രത്തോളം അത് കാണാനുള്ള ഒരു ധൈര്യം, ആത്മധൈര്യം, മനോധൈര്യം അതൊക്കെ ആളുകൾക്കുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് സംബന്ധിച്ച് വലിയ ഒരു ആശങ്കയാണ് ഇപ്പോൾ ക്യാമ്പിൽ. ആ പുഴ ഒഴുകുന്നതേ ഒരു കടലുപോലെ വന്ന പുഴ ഇപ്പോൾ ഒരു അരഞ്ഞാണം പോലെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വലിയ മഴ പെയ്തില്ലെങ്കിൽ പുഴ ഒഴുകുന്നത് ഇതേ അവസ്ഥയിലായിരിക്കുമല്ലേ? ഈ കുഞ്ഞു അരുവിയായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴയാണ് ഈ പുന്നപ്പുഴ. അതെ, വളരെ ചെറിയ ഒരു അരുവി മാത്രം. ആ ഒരു അരുവിയുടെ മോഡലിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയായിരുന്നു പുന്നപ്പുഴ എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പോൾ പുഴ സ്വാഭാവികമായി സാധാരണ ഒഴുകാറുള്ളത് പോലെ തന്നെ വളരെ നല്ല വെള്ളം, നല്ല നിറത്തിലുള്ള വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ, ദുരന്തത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഈ പുഴ ഏത് കൈവഴിയെന്നില്ലാതെ പല വഴിക്ക് കൂടി പല ഭാവത്തിൽ ആർത്തലച്ചൊഴുകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാൽ വളരെ മനോഹരമായ ഒരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഒരു ടൗൺ ആയിരുന്നു ഈ തേയില. അതെ, പുഴ ഇപ്പോൾ നമുക്ക് ഇറങ്ങാൻ തോന്നി, ഒന്ന് മുഖം കഴുകാനൊക്കെ തോന്നുന്ന തരത്തിലേക്ക് പുഴയുടെ ഒരു ഇത് മാറിയിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ പ്രകൃതിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അതായത് ഈ ദുരന്തം ഉണ്ടായില്ല എങ്കിൽ ഈ തേയിലക്കാടുകളും ഈ കുന്നുകളും മലഞ്ചെരിവുകളും അവിടെ നിന്ന് വരുന്ന കുഞ്ഞരുവികളും ഇതൊക്കെയായി, അത് ചെറിയ തരത്തിലുള്ള മഞ്ഞും ഇതൊക്കെയായി വളരെയധികം നല്ല ഒരു കാഴ്ച തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനാണ് ഒരൊറ്റ രാത്രി കൊണ്ട് അവസാനമായത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ പുഴ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് ഇന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ പുഴ കാണുമ്പോൾ ഇത്രയും വീതിയിൽ മുഴുവൻ പരന്നൊഴുകിക്കൊണ്ട് ആർത്തലച്ചൊഴുകുന്ന, നമുക്കൊന്നും ഇറങ്ങിയാൽ അതിലേക്ക് തെന്നി വീഴാൻ പോകുന്ന അത്രയും ശക്തിയിൽ ആർത്തലച്ചൊഴുകുന്ന ഒരു കാഴ്ചയുള്ള പുഴയായിരുന്നു. ആ പുഴയാണ് ഇന്ന് വളരെ ശാന്തമായിരിക്കുന്നത്. ബെയിലി പാലത്തിനടിയിലൂടെ ആ പുഴ ഇങ്ങനെ ഒഴുകുകയാണ്. നമ്മളിപ്പോൾ പാലത്തിന് മുകളിലാണുള്ളത്. ഏതായാലും ഈ ദൃശ്യങ്ങളടക്കം വളരെയധികം ഒരു പ്രദേശത്തിന്റെ ദൃശ്യങ്ങളടക്കം നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഗ്രാമത്തെക്കുറിച്ച് എഴുതുമ്പോൾ നമ്മളൊരു സ്കൂള്, ആ സ്കൂളിൻ്റെ മുറ്റത്തൊരു മരം, ആ മരത്തിൻ്റെ തണൽ, ആ മരത്തിൻ്റെ ചുരുവറ്റി ഒഴുകുന്ന ഒരു പുഴ, ആ പുഴയുടെ അപ്പുറത്ത് മല, ആ മലയിൽ സൂര്യോദയം, അവിടെയുള്ള ഒരു മൂടൽമഞ്ഞ് എന്നൊക്കെയാണല്ലോ പറയുക. അക്ഷരാർത്ഥത്തിൽ ഈ കാവ്യഭാവനയിലും സാഹിത്യഭാവനയിലും ഒക്കെയുള്ളൊരു ഗ്രാമം അതായിരുന്നു ചൂരൽ മല. ആ ചൂരൽമല ഗ്രാമമാണ് ഇപ്പോൾ സാനിയുടെ മുന്നിൽ തകർന്നിങ്ങനെ കിടക്കുന്നതും അതിലൂടെ ഒന്നും അറിയാത്ത ഒരാളായി പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നതും. അല്ലേ സാനിയോ?
അതെ അതെ, ഇപ്പോൾ ഈ വെള്ളാർമല സ്കൂളിൻ്റെ ഒരു തകരാത്ത ഭാഗങ്ങൾ കാണിച്ചാൽ വെള്ളാർമല സ്കൂളിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അതിന് പുറകിൽ ഒരു ചായത്തോട്ടം, തേയിലത്തോട്ടമാണ്. അതായത് ഏതൊരു അധ്യാപകനും വിദ്യാർത്ഥിയും വളരെയധികം ആഗ്രഹിച്ച് അല്ലെങ്കിൽ വളരെയധികം ആസ്വദിച്ച് പാഠഭാഗങ്ങൾ കൈകാര്യം ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അന്തരീക്ഷം. പുറകിലൊരു വലിയ തേയിലത്തോട്ടം, അതിന് തൊട്ടപ്പുറത്ത് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വരകളിലൊക്കെ കാണുന്നത് പോലെയുള്ള നല്ല കുന്നും പുറം, അതിനവിടെയൊക്കെ അരുവികൾ ഇങ്ങനെ അവിടെയൊക്കെ ചാലിട്ടൊഴുകുന്നു. പക്ഷേ ആ അരുവികളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ നമുക്ക് പേടിയാണ്. കാരണം ഏത് അരുവിയാണ് ഇങ്ങനെ രൗദ്രഭാവം പൂണ്ട് പുന്നപ്പുഴയെ പോലെ ആയി മാറുക എന്ന് നമുക്ക് ഇപ്പോഴും യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഈ നല്ല കാഴ്ചകൾ കാണുമ്പോഴും പേടിയാണ്. ഈ കുന്നും മലയും ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ പൊട്ടി ഒഴുകുമോ എന്നുള്ള ഭയമാണ് ഇവിടെ നിൽക്കുമ്പോൾ ആളുകൾക്കുണ്ടാകുന്നത്. എന്താണ് നല്ല കാഴ്ചകൾ പോലും നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്ത വണ്ണമാണ് ഈ ചൂരൽമല നമ്മളെ കൊണ്ട് എത്തിച്ചതെന്ന് പറയുമ്പോൾ അത് സങ്കടമാണ്. എനിക്ക് മുന്നിൽ തകർന്നു കിടക്കുന്ന വലിയ ഈ കല്ലുകളും മണ്ണും ഹിറ്റാച്ചിയൊക്കെ വന്ന് മാന്തി മണ്ണ് മാറ്റിയാണ് ഈ പുന്നപ്പുഴയാക്കി ഒഴുകാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുത്തത്. കാരണം അന്ന് നമ്മൾ വരുമ്പോൾ, ആദ്യ ദിവസങ്ങളിൽ വരുമ്പോൾ പല കൈവഴികളിലൂടെ പല വിധത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ഈ രക്ഷാപ്രവർത്തകരും അതുപോലെ സന്നദ്ധ പ്രവർത്തകരുമൊക്കെ ഹിറ്റാച്ചിയും മറ്റും കൊണ്ടുവന്ന് ഈ കല്ലുകളൊക്കെ മാറ്റിക്കൊടുത്ത് ഒരു ചാലുണ്ടാക്കി പുഴയെ കൃത്യമായി അതിലൂടെ മാത്രമായി ഒഴുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ മറ്റ് അവിടങ്ങളിലൊക്കെയായി വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴുകിയ ഒഴുക്കിൻ്റെ ബാക്കിയാണെന്ന് വേണം പറയാൻ. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ 11ാം ദിവസമാവുന്നു, പുഴ വളരെ ശാന്തമായി ഒഴുകുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ശരിയാണ് സാനിയോ. പുഴ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പുഴ പുനരധിവസിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി പുനരധിവസിപ്പിക്കപ്പെടേണ്ടത് ആ പുഴയുടെ ഓരങ്ങളിലുണ്ടായിരുന്ന മനുഷ്യരെയാണ്. പക്ഷേ അവർക്ക് അവരുടെ ഈ പുഴയിലേക്ക് ഇറങ്ങാൻ, അവരുടെ ദൂരെ കണ്ണുകൾക്ക് കൗതുകമായും സൗന്ദര്യമായും നിന്ന മലനിരകളിലേക്കൊന്ന് കണ്ണൊടിക്കാൻ പോലും ഭയമാണ്. ഒരിക്കൽ സുന്ദരിയായിരുന്ന ഒരാൾ പിന്നീട് യക്ഷിയായിത്തീരുന്ന കഥകളൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർക്ക് അതിനെ കാണുമ്പോൾ അങ്ങനെയാണ്. അത്രമേൽ സൗന്ദര്യമുണ്ടായിരുന്നു ആ പ്രദേശത്തിന്. പക്ഷേ ഇന്നിപ്പോൾ ആ ഭീകരതയോട് കൂടിയല്ലാതെ ആ സൗന്ദര്യം അവർക്ക് ആസ്വദിക്കാൻ പോലും കഴിയില്ല, അങ്ങോട്ട് നോക്കാൻ പോലും കഴിയില്ല എന്നൊരവസ്ഥയാണ്. സാനിയോ പറയുന്നത് പോലെ ബെയിലി പാലത്ത് നിന്നും സാനിയോ മനോമിയാണ് പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. മുണ്ടക്കയിൽ നിന്ന് അല്ലമീൻ, ചൂരൽമലയിൽ നിന്ന് അർജുൻ കല്യാൺ, സ്കൂൾ റോഡിൽ നിന്ന് സിനോജ് തോമസും ഒപ്പം മറ്റ് പ്രതിനിധികളും തത്സമയം നമുക്കൊപ്പം ചേരും. ഈ ജനകീയ തെരച്ചിലിൻ്റെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. എല്ലാ പ്രതിനിധികളും തയ്യാറായി കഴിഞ്ഞു. അവിടെ പ്രിയപ്പെട്ടവരും ഉറ്റവരും എത്തുമ്പോൾ റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘങ്ങളും പലയിടങ്ങളിൽ നിന്നും തത്സമയം പ്രേക്ഷകർക്ക് വിവരം